റാം ഗോപാൽ വർമ്മയുടെ എ സർട്ടിഫിക്കറ്റ് മൂവി സാരി. സംഭവം അറിയാത്തവർക്കായി പറയാം. റീൽ ചെയ്യുന്ന ഒരു മലയാളിയെ രാം ഗോപാൽ വർമ്മ സിനിമയിലേക്ക് ക്ഷണിക്കുന്നു. വർമ്മയെ അറിയാവുന്നവർ അതൊരു ട്രോളാക്കുന്നു. കുട്ടി പ്രതികരിക്കുന്നു, ഞാൻ ഗ്ലാമറസ് ആയി അഭിനയിക്കില്ല എന്ന്. പിന്നീട് അത് ഏപ്പടമാകുന്നു. അതേ കോസ്റ്റ്യൂമിൽ വന്ന് കേരളത്തിൽ ഉൾപ്പെടെ പ്രൊമോഷൻ കൊടുക്കുന്നു, കരയുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ബട്ട് പാൻ ഇന്ത്യൻ ഏപ്പടം തിയേറ്ററിൽ തവിടുപൊടിയാകുന്നു. ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഏകദേശ ധാരണയായി കാണുമെന്ന് കരുതുന്നു. കഥ രാം ഗോപാൽജി ഒരുക്കി നിർമ്മിച്ചിട്ട് സംവിധാനം വേറെ പേര് വെച്ചിട്ടുണ്ട്. അമ്പട ബുദ്ധിരാക്ഷസ, കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? ഒരു ഡയറക്ടറുടെ പതനമെന്നോ പാഷന് പുറകെ സഞ്ചരിക്കുന്നതെന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ കാണാം. ഒരു പെൺകുട്ടി സാരി എങ്ങനെ വെറുത്തു പോകുന്നു എന്നതാണ് ഗോപാൽജിയുടെ ആത്മകഥയാണോ എന്ന് തോന്നുന്ന ഈ സിനിമയുടെ കഥ. ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്ന ആരാധ്യ ദേവി എന്ന നായികയെ കിട്ടു എന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അവിചാരിതമായി കാണുന്നു. ആരാധ്യയിൽ ആകൃഷ്ടനായ കിട്ടു ഇവളെ വിടാതെ ഫോളോ ചെയ്യുന്നു. ഭോജ്പുരി നായകനെ പോലെ മസിലും പെരുപ്പിച്ച ഒരു മോഡൽ ആംഗ്ലയുമുണ്ട് ആരാധ്യയ്ക്ക്. അരുവയും മത്തിക്കറിയും പോലത്തെ കോംബോ. ആരാധ്യയുടെ ആരാധകരെ ഇടിച്ച് ശരിയാക്കുകയാണ് ഈ ഭോജ്പുരി ആംഗ്ലയുടെ പണി. ഊണിലും ഉറക്കത്തിലും പാത്രം കഴുകുമ്പോഴും പച്ചക്കറി മേടിക്കുമ്പോഴും എന്തിന് വീട്ടിലെ വാഷ്റൂമിൽ പോലും സെക്സിയായി മാത്രം സാരി ഉടുക്കുന്ന ആളാണ് ആരാധ്യ. ആരാധ്യ ദേവിയുടെ ആക്ടിങ് ഹെമ്മേ തീ. ഇതുപോലെ തേമ്പിയ ആക്ടിങ് യസ്മ സീരീസിൽ പോലും കണ്ടിട്ടില്ല. യസ്മയുടെ നിലവാരം പോലും സിനിമയ്ക്കുമില്ല. കിട്ടു ഒരു സൈക്കോ ആയി ആരാധ്യയുടെ പുറകെ കൂടി ഫോട്ടോഷൂട്ട് നടത്തി തലവേദനയാകുന്നു. ഇതിനിടെ കിട്ടുവിൻ്റെ സൈക്കോ തരത്തിൻ്റെ ഹാലൂസിനേഷൻ കാണിക്കാൻ ഐറ്റം ഡാൻസ് പോലെ 2 സോങ്സ് ഉണ്ട്. ക്യാമറ പോലെ എന്തൊക്കെയോ അഭിനയിച്ചിട്ടും മെഴുകുന്നുണ്ട് ആരാധ്യ ദേവി. കിട്ടു ഇവളെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് ഇവളുടെ ആങ്ങളെയും കൊന്ന് ഏതാണ്ടൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അവനെയും കൊന്ന് മാരക ആക്ടിങ് കാഴ്ചവെക്കുന്നു പുട്ടിയിൽ പുഴുങ്ങിയ ആരാധ്യ. സാരി ഉടുത്തതാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിഞ്ഞ ദേവി ഷർട്ടും പാൻറ്റും ഇട്ടുവന്ന് കയ്യിലെ സാരികൾ കത്തിച്ചു കളയുമ്പോൾ പടം തീരുകയാണ് ഗൈസ്. ഇനി ഇതുകൊണ്ട് സാരികൾക്ക് വില കുറഞ്ഞ് ഫുട്പാത്തിൽ കൂട്ടിയിട്ട് 10 രൂപയ്ക്ക് വിൽക്കുമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. രക്തചരിത്രയും കമ്പനിയും പിടിച്ച സംവിധായകനാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത്. എന്ത് ചെയ്യാൻ, പ്രഷറും ഷുഗറും പോലെ ചിലർക്ക് ഓരോരോ അസുഖങ്ങളല്ലേ. 4-5 ഭാഷയിലുണ്ട് സാരി. മഴയും പിടിച്ച് വേറെ പണിയൊന്നുമില്ലെങ്കിലും ഈ വഴിക്കൊന്നും പോയി തല വെക്കാതിരിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. റീൽസ് അല്ല സിനിമയെന്നും കിട്ടിയത് ഗോൾഡൻ ചാൻസ് അല്ലെന്നും ഈ സിനിമയുടെ റിസൾട്ട് വന്നപ്പോൾ പലരെയും അതൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു.